ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറുത്ത കിളിക്കൂടിൽ സുനന്ദേനെ വീണ്ടും അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ പെണ്ണ് കാണാൻ ആൾക്കാർ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളോട് ചേഞ്ച് ചെയ്യാൻ പറയാണ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് സുധീഷും ഹരീഷും കൂടെ സുഭാഷിനെയും കൊണ്ട് അങ്ങോട്ട് ചോദിക്കാൻ വരുന്നത്. അവർ വന്ന പാടെ തന്നെ ഇവിടെ ആരും ഇല്ലെന്നൊക്കെ വിളിച്ച് ഉറക്കനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുനന്ദ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ ആകെ പേടിക്കുകയാണ്, എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും മാമനും എല്ലാവരും കൂടെ പുറത്തേക്ക് വന്നു. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. സുനന്ദയും കൂടെ ഉണ്ട്. അപ്പോൾ സുധീഷ് റോങ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്തിനാ നിങ്ങൾ തല്ലിയത്? അത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഏട്ടനെ തല്ലിയതിന് ചോദിക്കാൻ വരികയാണോ അനിയന്മാർ? ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഇവനെ ഞാൻ തല്ലാണ്ട് ഉമ്മ കൊടുക്കണോ എന്ന് അയാൾ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യം പിടിച്ചു. എൻ്റെ ഏട്ടൻ അങ്ങോട്ട് വന്നല്ലോ, അവൾ ഇങ്ങോട്ട് വന്നതല്ലേ? ഏട്ടാ, നമ്മൾ ന്യായം വെക്കാൻ വന്നതല്ലല്ലോ, കിട്ടിയത് തിരിച്ചു കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് സുഭാഷിനോട് അയാൾ അടിക്കാൻ പറയാണ്. പക്ഷെ സുഭാഷ് ഇടാതൊന്നും വേണ്ടത് പ്രശ്നമാവും. എന്ത് പ്രശ്നമാവും? ഏട്ടൻ അങ്ങോട്ട് അടിക്കാൻ നോക്കും, ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം, ഏട്ടൻ ആരും പേടിക്കണ്ട, അങ്ങോട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഭാഷിനാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന് അയ്യോ അത് വേണ്ട, അത് ശരിയാവില്ല, അത് വലിയൊരു പ്രശ്നമാവും എന്നൊക്കെ പറയാണ്. പക്ഷെ ഇവർ രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല. സുധീഷ് ഹരീഷും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ അടിക്കേട്ടാ, ഒരടി അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കണം, ഒരു കാരണമില്ലാണ്ടല്ലേ അടിച്ചത്. അവരുടെ മോൾ ഇങ്ങോട്ട് വന്ന് വലിഞ്ഞു കയറി വന്നിട്ട് ഏട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പം ഏട്ടനായ കുറ്റക്കാരൻ. സുഭാഷ് അടിക്കുന്നില്ല കണ്ടതും അവളുടെ അച്ഛന് ഭയങ്കര ഉഷിരായിട്ടോ. അപ്പം അയാൾ വന്നിട്ട് പറയാണ്, ഇവൻ എന്നെ അടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ അടിക്കടാ, നീ ആണാണെങ്കിൽ എന്നെ അടിക്കടാ, നീ എന്നെ അടിക്കടാന്ന് പറഞ്ഞിട്ട് സുഭാഷിന് ഒരൊറ്റ തള്ള്. അത് കണ്ടതും അനിയന്മാർ അടങ്ങി നിൽക്കുമോ? അവർ രണ്ടുപേരും കൂടെ അയാളെ അങ്ങോട്ട് പിടിച്ചിട്ട് രണ്ട് കവളത്ത് മാറി മാറി തല്ലാണ്. പിന്നെ അതൊരു കൂട്ടത്തല്ലായിട്ട് മാറുകയാണ്. അപ്പോഴേക്ക് ലളിത നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്, അയ്യോ എൻ്റെ ഏട്ടനെ തല്ലുന്നേന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കിടന്ന് ആർക്കുന്നുണ്ട്. പിന്നെ സുഭാഷ് ഇടപെട്ടിട്ടാണ് ആ ഒരു അടി അവിടെ തീർന്നത്. അങ്ങനെ പിന്നെ സുധീഷ് അവർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മകളിനി ഞങ്ങളുടെ വീട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാവും എന്നോട് അടി കിട്ടുകയെന്നൊക്കെ. എന്നിട്ട് സുഭാഷ് അവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോവാണ്. അപ്പം തിരിച്ച് പിന്നെ ഹരീഷ് വീണ്ടും വന്നിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അയാൾക്ക്. എന്നിട്ട് പറയാണ്, ഇത് എൻ്റെ ഏട്ടൻ പറഞ്ഞത് നിങ്ങൾ മറക്കാതിരിക്കാനാണ്. എന്നിട്ട് അവർ മൂന്ന് പേരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചു വരികയാണ്. കാരണം കിട്ടിയത് തിരിച്ചു കൊടുത്തല്ലോ. ഇതെല്ലാം കേട്ടിട്ട് സുനന്ദ റൂമിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. കാരണം ഇനി അങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു, രണ്ട് ഫാമിലി ആയിട്ട് പ്രശ്നമായി, അവൾ കാരണമാണല്ലോ സുഭാഷ് ഏട്ടന് അടി കിട്ടിയത്. അപ്പം അതെല്ലാം കൂടെ ആലോചിച്ചിട്ട് അവൾ ഭയങ്കര കരച്ചിൽ. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നികേഷും നിധിയും കൂടെ അവരെ കാത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്ന വഴിക്ക് സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ അടിക്കാനൊക്കെ പോയത്? ഒന്നും ഇന്ത്യയിൽ അടിയാണോ? എന്തിനാ വെറുതെ? ഇനി അത് അടുത്ത പ്രശ്നമാവും. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷും ഹരീഷും പറയുന്നുണ്ട്, ഏട്ടൻ എന്തിൻ്റെ കേടാ, അവർ വെറുതെ കൈ വെക്കാൻ പാടുണ്ടോ, അടി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടന്നു വരികയാണ്. അവരെ കണ്ടതും നികേഷ് ഓടി ചെന്നിട്ട് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അവർ ഒരുമിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. സുഭാഷ് നേരെ നിധീൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇപ്പം കണ്ടില്ല അവരവരെ പോയി അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരോട് പറയണ്ടെന്നുള്ളത്, ഇനിയിപ്പോൾ അത് എന്തൊക്കെ പ്രശ്നമാവും അറിയില്ല. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ അടിച്ചോ? അപ്പോൾ ഹരീഷും സുധീഷും പറയുന്നുണ്ട്, പിന്നെ അടിക്കാണ്ട് ഞങ്ങളെ സുഭാഷ് ഏട്ടനെ തൊട്ട പിന്നെ അടിക്കാണ്ടിരിക്കും, അവൾ വെറുതെ ഇവിടെ വന്നിട്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞത് അവളെ വിശ്വസിക്കേണ്ടാന്ന്, അവൾ അവിടെ നിന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ, ഒന്നുകിൽ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അവൾക്ക് അച്ഛനമ്മ പറയുന്നല്ലേ കേൾക്കാൻ പറ്റുള്ളൂ, അവൾ എന്ത് ചെയ്യാനാ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അവൾ എന്ത് ചെയ്യാനാന്നോ, അവളൊന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ രണ്ടിടത്തും കാലിട്ട് നിൽക്കാൻ പാടില്ലല്ലോ, അവളിനി ഇങ്ങോട്ട് കടന്നു പോരുന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിന്ന് ഭാസ്കരൻ അപ്പോൾ എണീറ്റ് വന്നിട്ട് പറയുകയാണ്, ആ പേർഷ്യക്കാരൻ വന്ന് സുഭാഷ് നിന്നെ അടിച്ചപ്പോൾ നീ എന്താണ് മിണ്ടാതെ നിന്നത്? അതല്ലേ ഏറ്റവും വലിയ നാണക്കേട്. നീ വല്ല യേശു ക്രിസ്തു ആണോ? നിനക്ക് കിട്ടിയത് ഇവരല്ലേ തിരിച്ചു കൊടുത്തത്? ആണുങ്ങളായാലും ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം, അതാണ് ആണത്തെന്നൊക്കെ ഭാസ്കരൻ ഇങ്ങനെ പറയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പും മുന്നിലൊരു ഓട്ടോയും ഉണ്ട്. അപ്പോൾ പോലീസ് പുറത്തിറങ്ങിയിട്ട് സുഭാഷ് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, അവളുടെ അച്ഛൻ പറയാണ്, എൻ്റെ മകളെ ഈ സുഭാഷ് എന്ന് പറയുന്ന ആൾ ശാരീരികമായും മാനസികപരമായിട്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറഞ്ഞ പരാതി. അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും എതിർത്തു, അങ്ങനെയൊന്നും ഞങ്ങൾ ഏട്ടൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. നിധിയും പറഞ്ഞു, എന്ത് അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്? സുഭാഷായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവളാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആ പോലീസ് അതൊന്നും കേൾക്കുന്നില്ല. പിന്നീട് ഇവർക്ക് ദേഷ്യമായിട്ട് ഹരീഷ് പറയുന്നുണ്ട്, സാർ എൻ്റെ ഏട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ പോലീസിന് ദേഷ്യം വന്നു. പോലീസ് പറയാണ്, ഞങ്ങളിവിടെ പെർമിഷൻ ചോദിക്കാൻ വന്നതല്ല, അവനെ കൊണ്ടുപോകാൻ വന്നതാണ്, നീ കയറടാ ജീപ്പിൽ. അപ്പോൾ അവർ പറയാണ്, സാർ ഒരു കള്ളപ്പരാതി കിട്ടിയെന്ന് വെച്ചിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ പോലീസ് പറയാണ്, അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇപ്പോൾ നീ വണ്ടി കയറ്. നിങ്ങളൊരു പെണ്ണിനെയാണ് അപമാനിക്കാൻ ശ്രമിച്ചത്, അത് വകുപ്പ് വേറെയാണ്. ഹരീഷ് അത് കേട്ടപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഇല്ല ഏട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴേക്കും പോലീസിന് വീണ്ടും ദേഷ്യം വന്നു, ഞാൻ അവനെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, നിങ്ങളെ 4 പേരെയാണ് ഞാൻ അകത്തിടാൻ പോകുന്നത്. ഇവരുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് ചോദിക്കാൻ വന്നവരെ പിന്നീട് അനിയന്മാർ വന്ന് തല്ലി ചതയ്ക്കുന്നു, ഇതൊക്കെ എന്ത് സ്വഭാവമാടാ? പോലീസ് അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ലളിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ലളിത വിളിച്ച് പറയുന്നുണ്ട്, സാർ ഇവരെ വെറുതെ വിടരുത്, എൻ്റെ മകളെ ഇവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇനി ഇവർ വേറൊരാളോട് പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, 4 പേരെ അകത്തിട്ട് തല്ലി ചതയ്ക്കണം. അത് കഴിഞ്ഞ് ലളിതേൻ്റെ ആങ്ങളെ പറയുന്നുണ്ട്, ഇവർ പണ്ടേ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ തല ആദ്യം തല്ലി പൊട്ടിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അത് ചോദിക്കാൻ ചെന്ന ഞങ്ങളെ തല്ലി ചതച്ചു, സാർ എന്തായാലും ഇവരെ പേരിൽ കേസ് എടുക്കണം, ഇവരുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല സാറേ, ഇവരെല്ലാ
വെള്ളമൊക്കെ ഉപ്പും ചേർത്ത് അകത്തിട്ടിട്ട് പുറം ലോകം കാണിക്കരുത്. പിന്നീട് വീണ്ടും നിധി ഇടപെടുന്നുണ്ട്. സാർ, നികേഷിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ ചെറിയ കുട്ടി, അവൻ പഠിക്കുകയാണ്, അവനിതിൽ ഇടപെട്ടിട്ടില്ല. അത് കേട്ടിട്ട് പോലീസ് പറയാണ് അവനും ഉണ്ട്, 4 പേരുടെ പേരിലും കൂടിയാണ് ഞങ്ങൾ കേസെടുത്തത്. സാർ, നിങ്ങൾ ആ കുട്ടീൻ്റെ മൊഴി എടുത്തോ? നിധി അത് ചോദിക്കുമ്പോൾ സാർ പറയുന്നുണ്ട് ആ കുട്ടിയും കൂടെ ഒപ്പിട്ടിട്ടാണ് ഞങ്ങൾ ഈ കേസ് എടുക്കുന്നത്. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഷോക്കാവാണ്. കാരണം സുനന്ദ അങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് അവരെ 4 പേരെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവരെ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ നിധി ഒരുപാട് പറയുന്നുണ്ട്, സാർ പ്ലീസ് പ്ലീസ് സാർ ഒന്ന് കേൾക്ക് സാർ, അവരെ കൊണ്ടുപോകലെന്നൊക്കെ അവൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഫലം ഉണ്ടായില്ല. അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ അവളെ ഒന്ന് പുച്ഛിച്ചിട്ട് സുനന്ദയുടെ അമ്മയും അച്ഛനും ഓട്ടോ കയറിപ്പോയി. നിധി ആകെ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഭാസ്കരൻ സിഗരറ്റ് കത്തിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നിധി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെന്താ സിഗരറ്റ് കത്തിച്ചിരിക്കുന്നത്? നിങ്ങളുടെ 4 മക്കളെയല്ലേ പോലീസ് കൊണ്ടുപോയത്? എനിക്കറിയാം സുഭാഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുനന്ദയാണ് ഇങ്ങോട്ട് വന്നത്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് നിന്നോട് ചോദിക്കണോ? എനിക്കറിയാലോ. ഓ, അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ കൂളായിട്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്തോടെ എന്നും കൂടെ അവൾ ചോദിക്കുമ്പോൾ ഭാസ്കരൻ എണീറ്റിട്ട് സൈക്കിൾ എടുത്ത് പോവാണ്. നിധി ആകെ വല്ലാതായി. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അവൾ പിന്നെ അകത്തേക്ക് പോയി. ഭാസ്കരൻ നേരെ പോയത് സുനന്ദേൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ എടി പൂതന എങ്ങോട്ട് ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞ് അവരെ വിളിച്ചിറക്കുകയാണ്. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിന്റെ മകളാടി എൻ്റെ വീട്ടിലേക്ക് വന്നത്, എന്നിട്ട് എൻ്റെ മകൻ്റെ പേരിൽ കേസോ? അവർക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭാസ്കരൻ നല്ലോണം ചൂടാവുന്നുണ്ട് അവരുടെ അടുത്ത്. അതുപോലെ തന്നെ ലളിതയും തിരിച്ച് നല്ലോണം പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് തർക്കമാവാണ്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് ഓടി എത്തുന്നുണ്ട്. ഒന്ന് നിർത്ത്, അവളുടെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാ അങ്ങോട്ട് വന്നത്? നിനക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല, ഇത് അങ്ങനത്തെ ഒരു വീടല്ല. അത് കേട്ടപ്പോഴേക്ക് ലളിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത വീട്ടിലേക്ക് ഇവള് കയറില്ല, അപ്പോൾ അവളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ മരുമകളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് നിർത്ത്. എന്നിട്ട് അവൾ പറയാണ്, സുഭാഷായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ട് നിങ്ങൾ ഇതിനെ കള്ളപ്പരാതി കൊടുത്തത്. 4 പേരും ഇപ്പോൾ ജയിലില്ല. അത് കേട്ടപ്പോഴേക്കും ലളിതയ്ക്ക് ദേഷ്യം വന്നു. ഓ, പിന്നെ കണക്കായിപ്പോയി, നിന്റെ സുഭാഷേട്ടൻ എൻ്റെ മകളോട് ചെയ്തതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പിന്നെ അവർ വന്ന് എൻ്റെ ഏട്ടനെ അടിച്ചില്ലേ, അപ്പോൾ അതിനൊക്കെ കൂടിയാണ് ഞങ്ങൾ കണക്കിന് കൊടുത്തത്. സുനന്ദയാണെങ്കിൽ ജനലിൻ്റെ ഓരത്ത് വന്ന് ഇന്ന് കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. അവൾക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ, അവൾ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, കടന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് നിന്റെ മകളാണ് അങ്ങോട്ട് വലിഞ്ഞു കയറി പിന്നെ വരുന്നത്. മക്കളെ നന്നായിട്ട് വളർത്താൻ പഠിക്കണം. അത് കേട്ടപ്പോൾ ലളിതയ്ക്ക് ചൊറിഞ്ഞു കയറി. അപ്പോൾ ലളിത പറഞ്ഞു, ഓ പിന്നെ മക്കളെ നന്നായിട്ട് വളർത്തുന്ന ഒരാൾ, ആ ഗുണം കൊണ്ടാണ് നിങ്ങളുടെ മൂത്തവൻ ഒരു പെണ്ണും കിട്ടാതെ വീട്ടിൽ നിൽക്കുന്നത്. എൻ്റെ മകളെ വശീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തേക്ക് കയറി പറ്റാനാണ് അവൻ്റെ വിചാരമെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെക്കാൻ പറഞ്ഞേക്ക്. അത് ലളിത പറഞ്ഞു തീരുമ്പോഴേക്കും ഭാസ്കരൻ നന്നായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലളിതൻ്റെ അളിയൻ പറയുന്നുണ്ട്, തെറ്റുപറ്റിയത് നമുക്കാണ്, ശരിക്കും ഇവരും കൂടെ ചേർത്ത് നമ്മൾ പരാതി കൊടുക്കണമായിരുന്നു, 5 പേരും ജയിലിൽ കിടക്കട്ടെ. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇവർ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. ഞാൻ വെറുതെ ബഹളം വെക്കാൻ വേണ്ടി വന്നല്ല ഇവിടെ. അപ്പോഴേക്കും സുനന്ദേൻ്റെ അച്ഛൻ വന്നിട്ട്, പിന്നെ നീ എന്തിനാണ് വന്നത്, നീ തല്ലുമെന്ന് വെച്ച്. അപ്പോഴേക്കും ഭാസ്കർ ഒറ്റ അടിയാണ്ട് കൊടുത്തു. അപ്പോഴേക്കും അയാൾ വീണു. അത് കഴിഞ്ഞ് പിന്നെ ലളിതേനെയും മറ്റാളെയൊക്കെ അടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവരോടി കയറി കഥ കടക്കുകയാണ്. അവരകത്ത് പോയതും നിധിനോട് പിന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ചോദിച്ചില്ല ഞാൻ എന്താ ചെയ്യാന്നിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അവർ കിടക്കുന്നതിന് ഒരു അച്ഛൻ്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവർ ജാമ്യത്തിൽ ഇറങ്ങി അവിടെ കിടക്കുക, എന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളൊരു സിഗരറ്റും കത്തിച്ചിട്ട് സൈക്കിൾ എടുത്ത് പോവുകയാണ്. ഇതെല്ലാം കേട്ട് നിധി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇയാൾക്ക് എന്താ വട്ടാണോ എന്നുള്ള രീതിക്ക്. അങ്ങനെ സുനന്ദ ജനലിൻ്റെ അരികിൽ നിൽക്കുന്ന കണ്ടിട്ട് നിധി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് എല്ലാത്തിനും കാരണം, നീ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിധി, ഞാനിവിടെ പെട്ടുപോയ അവസ്ഥയിലാണ്, എന്നെ ഇവിടെ പൂട്ടിട്ടേക്കാണ്. നീ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എല്ലാം തീരും, നിൻ്റെ പരാതി കേൾക്കുമ്പോൾ അച്ഛനും മാമനും കൂടെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, എന്നെ ഇവിടെ പുറത്തിറക്കുന്നില്ല. അപ്പോഴേക്കും ലളിത അങ്ങോട്ട് വന്നിട്ട് അവളെ മുടിക്ക് കുത്തി പിടിച്ചിട്ട് അകത്തോക്കി കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ നിധിനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് മര്യാദയ്ക്ക് പോയിക്കോളാം, അല്ലെങ്കിൽ ചൂടുവെള്ളം മുഖത്തൊഴിക്കും. അത് കേട്ടപ്പോൾ നിധി ആകെ വല്ലാണ്ടായി. എന്നിട്ട് ജനല അങ്ങോട്ട് ഒറ്റ അടി അടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇവർ 4 പേര് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു പോലീസുകാരൻ പോകുമ്പോൾ സുഭാഷ് എണീറ്റ് പറയുന്നുണ്ട്, സാർ എൻ്റെ പേരിലാണ് പരാതി, എൻ്റെ അനിയന്മാരൊന്നും ചെയ്തിട്ടില്ല, അവരെ വെറുതെ വിടണം, ഞാനിവിടെ ഇരുന്നോളാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആര് പറഞ്ഞു, 4 പേരുടെ പേരിലും പരാതി ഉണ്ട്, നിങ്ങളൊരു കുട്ടീനെ അപമാനിക്കാൻ ശ്രമിച്ചതല്ലേ, അപ്പോൾ അത് വലിയ കേസ് തന്നെയാണ്. അത് കേട്ടപ്പോൾ തന്നെ ഹരീഷ് എണീറ്റ് വന്ന് പറയുന്നുണ്ട്, സാർ ഇത് ഞങ്ങളെ കരുതി കൂട്ടി കുടിക്കിയതാണ്, ഞങ്ങളെ ഏട്ടൻ അവരടിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ നിൽക്കണം, അവളാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, എടാ ശബ്ദം കുറയ്ക്കടാ, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം, പോയിരിക്കടാ, സമയമാകുമ്പോൾ സാറ് വിളിച്ചോളും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അവർ പിന്നെ തിരികെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് നികേഷിനോട് പറയുകയാണ്, ഇതൊരു കള്ളക്കേസാടാ, അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മളെ വെറുതെ വിടും. അപ്പോഴേക്കും മറ്റേ സാർ അവരെ വിളിക്കും. അങ്ങനെ അവർ 4 പേരും കൂടെ സാറിൻ്റെ റൂമിലേക്ക് പോവാണ്. അവരവിടെ എത്തുമ്പോഴേക്കും നിധി അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ നാണമല്ലേ, ഒരു പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണോ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചൂടാവാണ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കരുത്തക്കിളിക്കൂടിൻ്റെ ബാക്കി ഭാഗങ്ങൾ അറിയാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.